നിങ്ങൾക്കറിയാമോ ദൈവം ദാവീദിനോട് നൽകിയ വാഗ്ദാനം ലോകചരിത്രം മുഴുവൻ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന്? ദാവീദ് രാജാവായല്ല ആരംഭിച്ചത്. അവൻ വെറും ഒരു ഇടയ ബാലകനായിരുന്നു. വയലുകളിൽ ആടുകളെ പരിപാലിച്ചിരുന്ന ഒരാൾ. ആളുകൾ അവനെ അവഗണിച്ചിരുന്ന സമയത്തും ദൈവം അവനെ ഓരോ ദിവസവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട രാത്രികളിൽ ആടുകൾക്ക് കാവലിരിക്കുമ്പോൾ ദാവീദ് ദൈവത്തെ വിശ്വസിക്കുവാനും ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ തന്റെ ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കുവാനും പഠിച്ചു. ദാവീദ് ഒടുവിൽ രാജാവായപ്പോൾ പരിപൂർണനായിരുന്നില്ല. അധികാരം അവനെ ചില തെറ്റായ വഴികളിൽ നയിച്ചു. അവൻ പാപത്തിൽ വീണു. എന്നാൽ ഒരു കാര്യം ഒരിക്കലും മാറിയില്ല. ദാവീദ് വീണ ഓരോ തവണയും അവന്റെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തിനിലേക്ക് മടങ്ങി. ഒരു ന്യായീകരണങ്ങളും പറയാതെ അവൻ സത്യസന്ധമായി പശ്ചാത്തലിച്ചു. അതുകൊണ്ടാണ് ദൈവം അവനോട് കൂടെ നടന്നത്. ദാവീദ് തെറ്റ് ചെയ്യാത്തവനായതുകൊണ്ടല്ല, അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാഞ്ഞതിനാൽ അത്രേ. ആ ഹൃദയം കണ്ടതുകൊണ്ടാണ് ദൈവം ദാവീദിന് മഹത്തായ ഒരു വാഗ്ദാനം കൊടുത്തത്. നിന്റെ ദിവസങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ നീ നിന്റെ പിതാക്കന്മാരോട് കൂടെ വിശ്രമിക്കുമ്പോൾ ഞാൻ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കും. അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും നിലനിൽക്കും. ഈ വാഗ്ദാനം ഭൂമിയിലുള്ള സർവ്വസമ്പന്നനായ ഏതൊരു രാജാവിനും ലഭിക്കാവുന്നതിലും ശ്രേഷ്ഠമായി മാറി. തലമുറകൾ കടന്നുപോയി. സമയത്തിന്റെ പൂർണ്ണതയിൽ രാജാതിരാജനായ യേശു ദാവീദിന്റെ വംശത്തിൽ നിന്നും ജനിച്ചു. ഒരു ഇടയനിൽ ആരംഭിച്ച വാഗ്ദാനം മനുഷ്യ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റി. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തെന്നാൽ ദൈവം പരിപൂർണരായ ആളുകളെ അല്ല അന്വേഷിക്കുന്നത്. അവനിലേക്ക് മടങ്ങി വരുന്ന, അവസാനം വരെ അവനെ വിശ്വസിക്കുന്ന ഹൃദയങ്ങളെയാണ് അവൻ അന്വേഷിക്കുന്നത്. ദൈവം ദാവീദിനോടുള്ള തന്റെ വാഗ്ദാനം പാലിച്ചുവെങ്കിൽ അവൻ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളെ ഒരിക്കലും മറക്കുകയില്ല. ദൈവം പരിപൂർണതയെ അന്വേഷിക്കുന്നില്ല, അവൻ വിശ്വാസത്തെ അന്വേഷിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനെ ജയങ്ങളാക്കുവാൻ ദൈവത്തിന് സാധിക്കും.